കുറച്ച് മാസം മുമ്പ് ഞാൻ കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ കാറിനെ പറ്റി പഠിക്കുമ്പം റിവ്യൂസും ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ഒരു റിവ്യൂ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അത് എന്താണ് എന്നുള്ളതും അത് എങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ സംസാരം. മൈ നെയിം ഇസ് സഹിൽ, വർക്കിംഗ് ഇൻ ദ IT ഇൻഡസ്ട്രി ആൻഡ് എ പാർട്ട് ഓഫ് എ സ്റ്റാർട്ടപ്പ് ഇൻ ബാംഗ്ലൂർ. എന്തായിരുന്നു ആ നെഗറ്റിവിറ്റി? ആ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായത് കാറിനെ പറ്റിയിട്ടോ അല്ല അതിന്റെ ഫംഗ്ഷനാലിറ്റിയോ പറ്റിയോ അല്ല. ആ കസ്റ്റമർ വന്നപ്പോൾ ആരും റിസീവ് ചെയ്യാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതും, ഡൗട്ട് ചോദിച്ചപ്പം അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചോദിച്ചപ്പോൾ ആരും വ്യക്തമായ ഒരു ആൻസർ കൊടുത്തിട്ടില്ല എന്നുള്ളതുമാണ് ആ മെയിൻ ആയിട്ട് നെഗറ്റീവ് റിവ്യൂ ഉണ്ടായത്. അത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഐ വിൽ നെവർ ബൈ എ കാർ ഫ്രം ദിസ് ഷോറൂം എന്നാണ്. അവിടെ മിസ്സായിട്ടുള്ള ഒരു സംഭവം ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാത്തത് കാരണം കമ്പനിയുടെ പേരാണ് അവിടെ സ്പോയിൽ ആയിട്ടുള്ളത്. എന്താണ് ഈ ഓഫീസ് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസും അല്ലെങ്കിൽ റോൾസ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത് വെച്ചാൽ ഇറ്റ്സ് എ വെരി വൈഡ് റേഞ്ച് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റോൾസ്. ബട്ട് ഇൻ എ നട്ട്ഷെൽ ഒരു ഓഫീസിന്റെ ഡെയിലി ചോർസ്, ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു കമ്പനി നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ പല കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിൽ എന്തായിട്ടും ഒരു കാരണം നല്ലൊരു ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട് എന്നുള്ളതാണ്. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓഫീസ് നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ഓർഡർ, ദർ വിൽ ബി എ ഹാൻഡ് ഓഫ് വൺ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ഇൻ ദാറ്റ്. അപ്പം ഡെയിലി ചോർസ് ആക്ടിവിറ്റീസ്, ഇമെയിലിംഗ്, ഫോളോ അപ്സ്, ഓൾ ദോസ് തിങ്സ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ സർവീസിനെ പറ്റിയിട്ടുള്ള നല്ല നോളേജും ഇൻഫർമേഷനും, അഥവാ ആരെങ്കിലും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഏബിൾ ടു ക്ലാരിഫൈ ഇറ്റ്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം കമ്മ്യൂണിക്കേഷൻ പറയുകയാണെങ്കിൽ തന്നെ അത് പല രീതിയിൽ സംഭവിക്കാം. അത് കമ്പനിയുടെ പ്രൊഡക്റ്റോ സർവീസിനോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് വൺ ഓൺ വൺ ആവാം, ഇമെയിൽ ആവാം, ഫോൺ കോൾ ആവാം. നൗഡേയ്സ് ഇറ്റ് ക്യാൻ ബി ഇവൺ ഓൺ സൂം ഓൺലൈൻ ഓൾസോ, റൈറ്റ്? അപ്പം ഒരു കോൾ റിസീവ് ചെയ്യുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടത്, ഫസ്റ്റ് എന്താണ് പറയേണ്ടത്, മിഡ് എന്താണ് സംസാരിക്കേണ്ടത്, അത് എങ്ങനെ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ലീഡിനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇതെല്ലാം വരുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആണ്. ചിലപ്പോൾ നമ്മൾ നമ്മളൊന്നും സംസാരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇഫ് യു ക്യാൻ ലിസൺ ടു ദ കസ്റ്റമർ and take the requirements correctly, that itself is a big achievement of an office administrator. അല്ലെങ്കിൽ ഷെഡ്യൂളിംഗ് ആയിക്കോട്ടെ, കമ്പനി ആവുമ്പം ഒരു ഓൾ ഹാൻഡ്സ് മീറ്റിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇന്റർ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ ഓഫീസിന്റെ ഉള്ളിൽ തന്നെ പല മീറ്റിംഗിലും ഇന്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ഒരു കസ്റ്റമറിലേക്ക്, അങ്ങനെ പലതരത്തിലുള്ള മീറ്റിംഗ്സ് ആയിട്ടും ഓൺലൈൻ ആയിട്ടും വൺ ഓൺ വൺ ആയിട്ടും ഇതിന്റെ ഓവറോൾ ഷെഡ്യൂളിംഗ് ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദ പ്രോസസ് ഈസ് വെരി നീറ്റ് ആൻഡ് ക്ലീൻ goes to the responsibility and the duty of an office administrator, right? And one more can be onboarding. ഒരു എംപ്ലോയി കമ്പനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് ആ എംപ്ലോയിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. അതിൽ അവരെ സിസ്റ്റം റെഡി ആണോ, അവരെ പേപ്പർ വർക്ക്സ് കറക്റ്റ് ആണോ, അത് എല്ലാം സമയത്തിന് നടന്നിട്ടുണ്ടോ, എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഒരു എംപ്ലോയി ഒരു കമ്പനി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടച്ച് പോയിന്റ് വിൽ ബി ആൻ ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഹി വിൽ കം ടു എ കൺക്ലൂഷൻ about the company based on how this office administrator reacts or responds to the situation, right? So that plays a very vital role on onboarding also. It is an HR activity. പലപ്പോഴും ബേസിക് ഓഫീസ് book keeping also can be done. Finance team will be different, but basic like reimbursement of an employee or anything can be given to a lender. Those things also come into the category or the roles and responsibility of an office administrator. ബേസിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നോളജ് നിങ്ങളിപ്പോൾ കണ്ടില്ലെങ്കിൽ എല്ലാത്തിലും വരും. ഒരു IT സർവീസ് ആയിക്കോട്ടെ, ഒരു എംപ്ലോയി വന്നു, അതിന്റെ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ബേസിക് കണക്ടിവിറ്റി, ഇതെല്ലാം നോക്കണം. അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ മാനേജർ മേ ബി ഗിവിംഗ് എ സ്പീച്ച് ഓർ മേ ബി taking down some notes. So basic Word document, filling the notes, all those things also basic computer skills. Excel maybe to have a spreadsheet, PPT presentation, you may have to present some data or എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു വെണ്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ കസ്റ്റമർ ആയിക്കോട്ടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു PPT യൂസ് ചെയ്യണം. അങ്ങനെ വളരെ ചെറുതായ കാര്യങ്ങൾ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിലും ആവശ്യമുണ്ട്. എന്താണ് ഈ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇതിലൂടെ വരുന്നത്? മേ ബി ഇറ്റ് ക്യാൻ ബി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ്, ഇറ്റ് ക്യാൻ ബി മേ ബി സൂപ്പർവൈസർ, സെയിൽസ് മാനേജർ or office manager or an HR itself can be done through this opportunity on office administration and knowing a basic computer fundamentals. അടുത്ത ചോദ്യം വരുന്നത് ആർക്കൊക്കെ പഠിക്കുക എന്നുള്ളതാണ്.
ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷന്റെ ആവശ്യമുണ്ടോ? SLC പാസ് ആണെങ്കിൽ പോലും നമുക്ക് ഈ കരിയറിലേക്ക് വരാവുന്നതാണ്. അതിൽ 3 കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. ഓഫീസ് അസിസ്റ്റന്റ് ഫസ്റ്റ് കാറ്റഗറി, ഓഫീസ് അസോസിയേറ്റ് ആൻഡ് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ. ഈ 3 കാറ്റഗറിയിൽ നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു കാറ്റഗറി നിങ്ങളുടെ ഡിഗ്രി അനുസരിച്ചിട്ടോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടോ ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. Obviously, the basic question, the main important question is how much salary I will get, what will be. Obviously, it will depend on so many parameters, but average it out, what we have seen is between 10 to 15,000 as a starting salary is the people normally get in this industry. As a human being, we always wanted to grow. Growth mindset is there with everybody. അതുപോലെ തന്നെ കരിയറിൽ വന്നാലും ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ട്. എന്താണ് ഗ്രോത്ത്, എങ്ങനെയാണ് കരിയറിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റാന്നുള്ളത്. ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണെങ്കിൽ ഡയറക്ട്ലി ഹി ക്യാൻ ഗോ ടു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. അതല്ല, ഇഫ് ഈസ് എ 10th ക്ലാസ് പാസ് ഔട്ട് ഓർ എനി അതർ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ, he can go to office assistant or office associate and then go as a career and expand the career through that itself and reach the office administrator, which is a wide range and a big good future in that. ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റഡ് ആയി കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.